ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ റിസർച്ച് ഹെഡാണ് ഒപ്പമുള്ളത് സുരജ് സാർ. സുരജ് സാർ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വീക്കിലെ അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഈ ഒരു ആഴ്ചയിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ പരിശോധിക്കുന്ന സമയത്ത് നിഫ്റ്റി 50 വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടിലാണ് ആദ്യ മിനിറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. 24,764 എന്നുള്ള ഒരു നിലവാരത്തിൽ 154 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 0.5% കൂടുതലുള്ള ഒരു നേട്ടം ആദ്യ മിനിറ്റുകളിൽ തന്നെ പ്രകടമാകുന്നു. മറ്റു പ്രധാനപ്പെട്ട സൂചികകളിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആണ്, ഫിൻ നിഫ്റ്റി ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നു. ഏതായാലും ഇന്നലെ ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആഴ്ചയിൽ ഇന്നും കൂടി ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. സാർ, ഈ ഒരു വീക്കിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ്. അതായത് ഇപ്പോൾ നമ്മള് മാർക്കറ്റ് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതായത് വരാവുന്ന എല്ലാ പോസിറ്റീവ് ന്യൂസും വന്നു കഴിഞ്ഞു. ആ ന്യൂസുകളൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. എന്നാൽ ഒരു ട്രിഗർ മാർക്കറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഏതാണ്ട് US മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, അവിടുന്ന് എന്ത് ഹാൻഡ് ഓവർ ആണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് പെരുമാറുക എന്നല്ലാതെ മാർക്കറ്റിൽ നിഫ്റ്റിയുടെ ലെവലിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ കാര്യത്തിലല്ല, നിഫ്റ്റിയുടെ ലെവലിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ പോകുന്നു. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് വരുന്നുണ്ട്, നല്ല റിസൾട്ടും നല്ല ഗൈഡൻസും കൊടുക്കുന്ന കമ്പനിക്ക് നല്ലൊരു റീ റേറ്റിംഗും സംഭവിക്കുന്നുണ്ട്. എന്നാൽ അല്ലാത്ത, അതായത് മോശം റിസൾട്ട് കൊണ്ടുവന്ന കമ്പനികളെ നന്നായിട്ട് പണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ മാർക്കറ്റായി മാറി. അതായത് ഒരു വലിയ വയലൻസ് ഒന്നും ഇല്ലാതെ, വലിയൊരു ഇറാറ്റിക് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്റ്റഡി മാർക്കറ്റാണ് ഇത്. ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ മാർക്കറ്റിനെ പറയുന്നത് എന്താ, സ്റ്റോക്ക് പിക്കേഴ്സ് പാരഡൈസ്. അതായത് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റ്, അതായത് വലിയ നെഗറ്റീവ് ന്യൂസും ഇല്ല എന്നാൽ വലിയ പോസിറ്റീവ് ന്യൂസും ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് ബൈ ചെയ്ത് ഒരു ലോങ്ങർ ടേം വെൽത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ഇതാണ് ആ മാർക്കറ്റിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ FPIസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവെ മെയ് മാസം ഇതുവരെ ആസ് വി സ്പീക്ക് FPI ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു നെറ്റ് ബൈ ആണ്. നെറ്റ് ബൈ എന്ന് പറയുമ്പോൾ അവരുടെ ബൈയിങ്ങും സെല്ലിങ്ങും എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ബയേഴ്സ് ആണ്, നെറ്റ് ബയേഴ്സ് ആണ്. അവർ കൂടുതലും ബൈയിങ് ആണ് ചെയ്തേക്കുന്നത്, FPIs എന്ന് പറയുന്നത്. അപ്പൊ പക്ഷേ ഈ പ്രാവശ്യം, അതായത് മൺഡേയുടെ ഒരു പ്രത്യേകത, ഈ ആഴ്ച നമ്മൾ തുടങ്ങുമ്പോൾ 525 കോടിയുടെ സെല്ലാണ് അവർ ചെയ്തത്, അതായത് 525 ക്രോസ്. എന്നാൽ ട്യൂസ്ഡേ വലിയൊരു ഫിഗറാണ് അവർ സെൽ ചെയ്തത്, 10,000 ക്രോസ്. എന്നാൽ വെനസ്ഡേ ഏതാണ്ട് വീണ്ടും ഒരു 2,200 ക്രോസിന്റെ ബൈയിങ് നടത്തി. എന്നാൽ ഇന്നലെ 5,000 ക്രോസിന്റെ സെല്ലിംഗ് ആണ് നടന്നത്. അപ്പൊ ഈ മാസം പൊതുവെ FI ബൈയിങ് ആണ് നെറ്റായിട്ട് നമ്മൾ നോക്കുന്നതെങ്കിലും കഴിഞ്ഞ വീക്ക് ഒരു FIസിന്റെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്നൊന്നും വലിയ റെലവൻസ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും കൊണ്ട് മാർക്കറ്റിൽ FIs സെല്ല് ചെയ്തു ബൈ ചെയ്തു അതൊന്നുമല്ല മാർക്കറ്റിന്റെ ഡയറക്ഷനെ നമുക്ക് വയ്ക്കും. ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നു വെച്ചാൽ ഈ FIസിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും കാണിക്കുന്നത് US മാർക്കറ്റ് എങ്ങനെയാണ് റിലേറ്റീവ്ലി പ്ലേസ്ഡ് എന്നാണ്. കാര്യം അവിടുത്തെ ബോണ്ട് ഈൽഡ് സ്റ്റോക്ക് മാർക്കറ്റിനെക്കാളും അവിടുത്തെ ബോണ്ട് ഈൽഡ് ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ആഴ്ചത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്, ഇക്വിറ്റിയെക്കാളും. അപ്പൊ അവിടുത്തെ ബോണ്ട് ഈൽഡ് കയറി നിൽക്കുന്ന കാരണമുള്ള ഒരു സെല്ലിംഗ് ആയിരിക്കാം ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ചൈനയിലെയും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നതോടുകൂടി കുറച്ച് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും പോയിട്ടുണ്ട്. ബോണ്ട് ഈൽഡ് US കയറിയത് കാരണം US സ്റ്റോക്സിൽ നിന്നും US ബോണ്ട്സിലേക്ക് പോയിട്ടുണ്ട്. എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും കുറച്ച് സെല്ലിംഗ് നടന്ന് US ബോണ്ട്സിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ആ മാർക്കറ്റിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബൈ ഓൺ ഡിപ്സ് എന്നുള്ള രീതിയിൽ തന്നെ, സെൽ ഓൺ റാലി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് മാറി ബൈ ഓൺ ഡിപ്സ് എന്ന് തന്നെയാണ്. ഇവിടുന്ന് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാം. ഇത് മാത്രമല്ല, ഇതിനകത്തൊരു സവിശേഷതയും കൂടെ നടക്കും കേട്ടോ. അതായത് ഇനി ഒരു സെക്ടർ റൊട്ടേഷനും കൂടെ നടക്കും. അതായത് ഇനി കയറിയ സെക്ടേഴ്സ് ആയിരിക്കില്ല ഇനി മാർക്കറ്റിനെ വലിക്കുന്നത്. കാര്യം ആ എല്ലാ സെക്ടേഴ്സും, ഇപ്പൊ ഡിഫൻസ് സെക്ടർ ലാസ്റ്റ് ഈ മന്തിലെ വലിയൊരു താരമായിരുന്നു അല്ലെ, അതൊക്കെ ഇപ്പൊ ഒരു സൂപ്പർ നാച്ചുറൽ വാല്യൂഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചാൻസസ് ആർ ദാറ്റ് ചിലപ്പോൾ ഈ ഓവർ വാല്യൂഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. മാർക്കറ്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് അറിയില്ല. ബട്ട് ഈവൻ തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വണ്ടി 100 കിലോമീറ്റർ സ്പീഡിൽ മുകളിലായി കഴിഞ്ഞു, നിങ്ങളൊന്ന് സൂക്ഷിച്ചു പോകണമെന്നാണ്. അപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു സെക്ടർ മാറി വേറെ ഏതെങ്കിലും സെക്ടറിലേക്ക് ബൈയിങ് ആക്കി വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ആലോചിക്കുക, 2 ഗ്ലാസ് ആണ്, ഒരു ഗ്ലാസ് ഫുള്ളാണ്, മറ്റേ ഗ്ലാസ്സിൽ കുറച്ചേ വെള്ളമെങ്കിൽ ഇനി വെള്ളമുള്ള ഗ്ലാസ്സിലേക്കായിരിക്കും, വെള്ളം ഇല്ലാത്ത ഗ്ലാസ്സിലേക്കായിരിക്കും വെള്ളമുള്ള ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ ഒഴിക്കുക. കാര്യം എന്ന് വെച്ചാൽ വെള്ളം നമ്മുടെ കയ്യിൽ ഡെഫിനിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസും നമ്മുടെ കയ്യിൽ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് മണിയുമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ റൊട്ടേഷന് വേണ്ടി മാർക്കറ്റ് വളരെ റൈപ്പാണ്. എവിടെയാണ് അത് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്.
നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ട് യൂഷ്വലി കമ്പനികൾ ഉദ്ദേശിക്കുന്നത്? പൊതുവെ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങാനുള്ള ഒരു സ്റ്റോക്കിലേക്ക് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് കമ്പനി ഫണ്ട് റൈസിംഗിലൂടെയൊക്കെ തന്നെ കണക്കാക്കാറുണ്ട്. പക്ഷേ അതിന്റെ മറ്റൊരു വശം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ അനദർ സൈഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു സംശയം ഒരു കമന്റ് ആയിട്ട് ലാസ്റ്റ് ഡേ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കൂടുതലായിട്ടും ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു അർജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു ക്വറി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനോട് ചേർന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. അതായത് ഈ ലോ പ്രൈസ്ഡ് സ്റ്റോക്ക്, 100 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക് മേടിക്കുന്നത്, അതും ഞാൻ ഇതായിട്ട് ചേർത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് പ്രൈസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു സ്റ്റോക്ക് പ്രൈസ് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ 1000 രൂപ എന്ന് കാണിക്കുന്നത് എന്താ? ആ സ്റ്റോക്ക് പ്രൈസിന്റെ റെലവൻസ് കമ്പനിയുടെ എന്താ പറയുക ടോട്ടൽ വാല്യൂ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റോക്ക് പ്രൈസ് പറയുന്നത് ആ കമ്പനിക്ക് ജനങ്ങൾ കൊടുക്കുന്ന പെർസെപ്ഷനാണ്. അതായത് എന്താണ് പെർസെപ്ഷൻ? കാര്യം അത് സ്റ്റോക്ക് പ്രൈസ്, ഇപ്പോൾ ഒരു സ്റ്റോക്ക് പ്രൈസ് 100 രൂപ 10 രൂപ എന്നൊക്കെ കാണുമ്പോൾ അതിനെക്കാട്ടിലും അത് ആ കമ്പനിയുടെ വാല്യുവേഷൻ വെച്ചിട്ട് എന്ത് ഇൻഡിക്കേറ്ററിലാണ് അത് ട്രേഡ് ചെയ്യണേന്ന് മാത്രമേ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു കമ്പനിയുടെ വാല്യുവേഷൻ സ്റ്റോക്ക് പ്രൈസിലല്ല. അതുകൊണ്ട് ഒരു 1000 രൂപയുടെ സ്റ്റോക്ക് പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്ക് വില കൂടുതലാണെന്നും 9 രൂപയുടെ സ്റ്റോക്ക് വില കുറവാണെന്നും നിശ്ചയിക്കുന്നത് ഇമ്മച്വർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞ ഒരു വാല്യുവേഷൻ? അതാണ് ഒരു കമ്പനി. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കാണുന്നു. ഈ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്നത് എന്താ? ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് നോക്കിയാൽ, മാരുതി ബലേനോ. അപ്പൊ അവര് അഡ്വർടൈസ് ചെയ്യണ എന്താ? പേ 5000 rupees ആൻഡ് ടേക്ക് ഹോം എ ബലേനോ. ഇതാണ് അതിനകത്ത് അഡ്വർടൈസ്മെന്റ്. നമുക്ക് 10,000 രൂപയാണോ ബലേനോന്റെ വില എന്നുകൂടെ നമ്മൾ ആലോചിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഒരു സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ്. അതായത് ആ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുന്നതിലാണ് ഈ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് റെലവൻസ് ആയിട്ട് വരുന്നത്. ആ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ അനുസരിച്ച് ഈ കമ്പനിയുടെ പ്രൈസ് എത്രയാണെന്നുള്ള ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് കൊടുക്കുന്ന വാല്യൂവിനെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. വോഡാഫോൺ ഐഡിയ അല്ലെ? വോഡാഫോൺ ഐഡിയ ഒപ്റ്റിക്കലി നമ്മൾ നോക്കാൻ നേരത്ത് വളരെ ചീപ്പായിട്ടാണ് ആ സ്റ്റോക്കിന്റെ പ്രൈസ് കാണാറ്. എത്ര? 6.75 rupees. അപ്പൊ നമ്മൾ എല്ലാവരും പേരിക്കും അത് ചീപ്പാണ്. പക്ഷെ അന്ന് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്നറിയോ? 73,000 കോടി. 73,000 കോടി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതായത് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അതിന്റെ പ്രൊമോട്ടേഴ്സ് പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് FPIs പ്ലസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, ഇവരെല്ലാവരും ഹോൾഡ് ചെയ്യണ 100% ഓഫ് ദാറ്റ് ഷെയർസ് ഓഫ് ദാറ്റ് കമ്പനി. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് വോഡാഫോൺ ഇന്ത്യ മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 6.75. ഇതിനെയാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് ക്യാപ്പ് ആണ് 73,000 കോടി. അതാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പൊ ഈ മാർക്കറ്റ് ക്യാപ്പ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ? അത് ലിറ്ററൽ ടേംസിൽ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ 73,000 കോടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കൊണ്ട് അതിന്റെ ഓണറിന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പനി മേടിക്കാൻ പറ്റും എന്നാണ് മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത്. അപ്പൊ ഈ പ്രൈസും മാർക്കറ്റ് ക്യാപ്പും ജനങ്ങൾ നോക്കാറില്ല. പലരും പ്രൈസ് കണ്ടിട്ടാണ് പറയുന്നത് അയ്യോ സ്റ്റോക്ക് ചീപ്പാണെന്നുള്ളത്. ചിലപ്പോ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന 35,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി വോഡാഫോൺ ഐഡിയക്കാളിലും ചീപ്പാണ്. അതാണ് ജനങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാത്തത്. അപ്പോ ഈ മാർക്കറ്റ് ക്യാപ്പ്, പ്രൈസ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് അതിന് കൊടുക്കുന്ന ഒരു വാല്യുവേഷനാണ് കാണിക്കുന്നത്. അതായത് എന്താണ് ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനി നടത്തുന്നത്, എങ്ങനെയാണ് സെക്ടറിന്റെ ഓപ്പർച്യൂണിറ്റി, എന്താണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ ഈ കമ്പനി ട്രേഡ് ചെയ്യുന്ന, ഇങ്ങനത്തെയൊക്കെ മാർക്കറ്റ് പാരാമീറ്റേഴ്സിനെ മാത്രം ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് ക്യാപ്പ്. ഈ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ 73,000 കോടി ഉണ്ടെങ്കിൽ നേരെ പോയി വോഡാഫോണിന്റെ പ്രൊമോട്ടറിന് കൊടുത്താൽ കിട്ടും. ബട്ട് അത് മാർക്കറ്റ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാം. പക്ഷെ ഒരു കമ്പനി നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. അത് എക്സാക്ട്ലി നമ്മളൊരു മെർജർ ആൻഡ് അക്യൂസിഷൻ, ബൈ ഔട്ടിനൊക്കെ പോകുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ബേസ് ചെയ്തിട്ടല്ല നമ്മളൊരു കമ്പനിയെ മേടിക്കുന്നത്. അവിടെയാണ് എന്റർപ്രൈസ് വാല്യൂ എന്നുള്ളൊരു വാല്യൂ. ഈ എന്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ വാല്യൂഷൻ എന്താ?
അതിന്റെ മാർക്കറ്റ് ക്യാപ്പ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ പ്ലസ് അതിന്റെ കടം, അതിന്റെ കടം എന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, ആ കടവും കൂടി ചേർത്ത് അത് കമ്പനിക്ക് അത് എത്ര ക്യാഷ് ഉണ്ടോ അതിനെ അങ്ങ് മൈനസ് ചെയ്യും. അതായത് മാർക്കറ്റ് ക്യാപ്പ് പ്ലസ് അതിന്റെ കടം മൈനസ് അതിനകത്തുള്ള ക്യാഷ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വാല്യുവേഷൻ. അതിനെയാണ് നമ്മൾ എന്റർപ്രൈസ് വാല്യുവേഷൻ. ഇതൊരു മാനദണ്ഡമാക്കിയിട്ടാണ് മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻ, ബൈ ഔട്ട്. ഇപ്പൊ ജാസ്മിന്റെ ഒരു കമ്പനി ഉണ്ട്, ഞാൻ മേടിക്കാൻ വരുന്നുവെങ്കിൽ ജാസ്മിൻ അത് വാല്യൂ ചെയ്യുമല്ലോ, ജാസ്മിൻ എന്റെ അടുത്തൊരു വില പറയും അല്ലെ, ആ വില പറയാൻ പോണം. ഇപ്പൊ നമ്മളൊരു സ്ഥലം മേടിക്കുമ്പോൾ ആ സ്ഥലത്തിനകത്ത് തെങ്ങും തോപ്പുണ്ടെങ്കിൽ ആ തെങ്ങും തോപ്പിനകത്ത് എത്ര തേങ്ങ കിട്ടുമെന്നും മാസം എത്ര വരവ് വരുന്നും കൂടെ നമ്മൾ വാല്യൂ ചെയ്തിട്ടാണ് ഒരു സ്ഥലം വിൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ജാസ്മിന്റെ അടുത്ത് ഒരു സ്ഥലം ഒരു എന്താ പറയുക ഒരു കമ്പനി മേടിക്കാൻ വരുമ്പോൾ ജാസ്മിൻ അടിസ്ഥാനമാക്കുന്നത് അതിന്റെ എന്റർപ്രൈസ് വാല്യൂ ആണ്, ഞാനും അതിന്റെ അടിസ്ഥാനമാക്കുന്നത് എന്റർപ്രൈസ് വാല്യൂ ആണ്. അപ്പൊ ഈ വിൽക്കാൻ നേരത്ത് കമ്പനിയുടെ ഷെയർസ് ആർട്ടിഫിഷ്യലി അടിച്ചു പോകും. കാര്യം എന്റർപ്രൈസ് വാല്യൂവിന് ഈ ഡെപ്റ്റും ക്യാഷും ഒക്കെ ഒരു കമ്പോണന്റ് ആണ്. ക്യാഷിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ള ക്യാഷേ കാണിക്കാൻ പറ്റുള്ളൂ. ഡെപ്റ്റ് ഓൾറെഡി അതിനകത്തുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് വേണമെങ്കിൽ അടിച്ചു കൂട്ടാം. അതാണ് ഈ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നതിന് മുമ്പേ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അടിച്ചു കേട്ടുന്നത്, എന്റർപ്രൈസ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടേക്കാണ് പ്രൊമോട്ടറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു കമ്പനിയുടെ ഡീല് സംസാരിക്കാൻ നേരത്ത് അതിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് എന്റർപ്രൈസ് വാല്യൂ ആണ്. ആ എന്റർപ്രൈസ് വാല്യൂവിന്റെ മുകളിൽ പ്രീമിയം, ഡിസ്കൗണ്ട് ഒക്കെ വരും. ഇപ്പൊ ജാസ്മിന്റെ കമ്പനി ഓൺലി കമ്പനി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെക്ടർ ലീഡർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ എന്റർപ്രൈസ് വാല്യൂവിന് മുകളിൽ ഒരു പ്രീമിയം കിട്ടുകൂട്ടിയാ അതിന് പ്രൈസ് പേ ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്റെ കാര്യം. പക്ഷെ എനിക്ക് തോന്നുകയാണ് വേറെ കമ്പനി ഇതിനകത്ത് വരാനില്ല, ഇനി ഇതിനേക്കാളും അവര് ഡെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ ഒരു പ്രീമിയത്തിലേക്ക് അത് മേടിച്ചു വന്നിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, പ്രൈസ് പറഞ്ഞു, എന്താണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞു, എന്താണ് എന്റർപ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനമാക്കി വച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല എന്നാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ബലേനോന്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് കാണുന്നത് എന്താ, പേ 5,000 ആൻഡ് ടേക്ക് ഹോം എ ബലേനോ. ആ 5,000 ആണ് CMP. ഈ എക്സാക്ട് എക്സാമ്പിൾ അല്ല കേട്ടോ, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ 5,000 രൂപ എന്ന് പറയുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ഷോറൂമിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ എടുത്ത നാക്കിന് അവർ പറയുന്നത് 7.5 lakhs ആണ് ബലേനോ എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും 7.5 lakhs കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബലേനോ ഇപ്പൊ കൊണ്ടുപോകാം, അതാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പൊ നമ്മൾ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെക്ക് എടുത്ത് നമ്മൾ സൈൻ ചെയ്യാൻ നേരത്തെ പറയും സാർ അതല്ല, 7.5 lakhsന്റെ മുകളിൽ റോഡ് ടാക്സ് വരും, അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ഫീ വരും, ഇൻഷുറൻസ് വരും, സർവീസ് പാക്കേജ് വരും, ഇതെല്ലാം കൂടെ ചേർന്ന് 12 ലക്ഷം രൂപയാണ്. അതാണ് ഈ എന്റർപ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ 3 സ്റ്റേജസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബലോനോന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല, അങ്ങനെ നമ്മൾ നോക്കണ്ട. ബട്ട് എങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, അതായത് ആ പറയുന്ന ആദ്യത്തെ എന്താ പറയാ 5,000 രൂപ എന്ന് പറയുന്നത് പ്രൈസ്, 7.56 എന്ന് പറയുന്നത് എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ്, ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ എന്റർപ്രൈസ് വാല്യൂ ആണ്. അപ്പൊ ഇതാണ് അതിനകത്തുള്ള ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആൾക്കാരിൽ വാല്യുവേഷൻ എന്താണ്, അത് പ്രൈസ് അല്ല ഒരു വാല്യുവേഷൻ ഡിസൈഡ് ചെയ്യണം. അതായത് കമ്പനിയുടെ വാല്യൂവും സൈസും ഡിസൈഡ് ചെയ്യണത് പ്രൈസ് അല്ല, മാർക്കറ്റ് ക്യാപ്പും അല്ല, എന്റർപ്രൈസ് വാല്യൂ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. ഇവിടെയാണ് നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംസാരിക്കുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് സംസാരിക്കേണ്ട കാര്യം, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ സാധാരണ ഒരു കമ്പനി ബൈ ഡിഫോൾട്ട് ഒരു കമ്പനി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ 10 ആണ്. ഫേസ് വാല്യൂ ഒരു മുഖവില എന്ന് വേണമെങ്കിൽ പറയാം. ആ മുഖവില ഫേസ് വാല്യൂ 10 ആണ്. നമ്മൾ പുതിയതായിട്ട് ഒരു കമ്പനി ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എടുത്ത് തുടങ്ങാൻ നേരത്ത്, നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ തുടങ്ങാൻ നേരത്ത് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ഫേസ് വാല്യൂ 10. ഓക്കെ, അത് വെച്ചിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വിചാരിക്കുക, എന്റെ കയ്യിൽ 50 രൂപയുടെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കും, ഫേസ് വാല്യൂ 10 ഉള്ളത്. അത് 1 രൂപയാണെങ്കിൽ, അല്ല 1 ഷെയർ ആണ് എന്റെ കയ്യിൽ, 50 രൂപയുടെ 1 ഷെയർ, ഫേസ് വാല്യൂ 10. അപ്പൊ എന്റെ വാല്യൂ എത്ര, 50 rupees ആണല്ലോ. ഈ ഫേസ് വാല്യൂ 10നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫേസ് വാല്യൂ 1 ആക്കിയാൽ എന്റെ കയ്യിൽ 1 ഷെയർ ഇരുന്ന സ്ഥലത്ത് 10 ഷെയർ. അതായത് 10 രൂപയുടെ സാധനം 1 ആക്കി കുറച്ചു. 1 ആക്കി കുറയ്ക്കുമ്പോൾ എത്ര, എന്റെ കയ്യിലിരിക്കുന്ന 1 ഷെയർ 10 ഷെയർ ആയി മാറി. പക്ഷെ 50 രൂപ എന്ന് പറയുന്ന വില അഡ്ജസ്റ്റ് ചെയ്ത് 5 രൂപയിലേക്ക് എത്തി. അപ്പൊ വീണ്ടും നേരത്തെ നമ്മൾ 1 ഷെയർ multiplied by 50 rupees of face value 10 is equal to 50 rupees value. ഇവിടെ വന്നത് എന്താ, 10 shares multiplied by 5 rupees of stock is equal to 50 rupees value. അതായത് ഇത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെൽത്തിന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അതായത് നിങ്ങളുടെ കയ്യിലുള്ള വെൽത്തിന് ചേഞ്ച് വന്നിട്ടില്ല, നമ്പർ ഓഫ് ഷെയർസിന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ.
അപ്പൊ സ്പ്ലിറ്റ് എന്താ ചെയ്യുന്നത്? നേരെ ഷെയറിന്റെ എണ്ണം കൂട്ടും, അതിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഇത് ഒരു ഷെയർ 10 ആവും, അതായത് 10 രൂപി ഫേസ് വാല്യൂ 1 രൂപി ഫേസ് വാല്യൂ ആവുമ്പോൾ 10 രൂപി ഫേസ് വാല്യൂ 5 രൂപ ഫേസ് വാല്യൂ ആവുമ്പോൾ 5 ഷെയർ ആയി മാറും. 10 എന്നുള്ളത് 5 ഷെയർ ആയി മാറും. ഇതാണ് അതിന്റെ കണക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് കമ്പനീസ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ. അതായത് ഒരു കമ്പനിയുടെ വില 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുമ്പോൾ സാധാരണക്കാരന് ആ കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഫേസ് വാല്യൂ കട്ട് ചെയ്ത് കൊണ്ടുവരും, എന്നിട്ട് അത് അഫോർഡബിൾ ആക്കും, എന്നിട്ട് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യും, ഒരുപാട് ഷെയർസ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അതിന്റെ ഒരു ഇന്റൻഷൻ. ശരിക്കും ഇതൊരു ഇന്റൻഷൻ നല്ലതാണ്. സാധാരണക്കാരുടെയും കൂടെ കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിന്റെ വാല്യൂ കുറച്ച് കാണിക്കുക മാർക്കറ്റിൽ, അതായത് ഒപ്റ്റിക്കലി കാണിക്കുക അവരുടെ വാളറ്റിന്, അവരുടെ പേഴ്സിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെങ്കിലും അതിനകത്ത് ഒരുപാട് ഈ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആലോചിക്കുന്ന കാര്യം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ കോഡ് ഓഫ് കണ്ടക്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്താ? മാനേജ്മെന്റും പ്രൊമോട്ടർ അവര് നയിക്കുന്ന കമ്പനിയെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നേ ഉള്ളൂ. അതിന്റെ സ്റ്റോക്ക് പ്രൈസ് ആര് മേടിക്കുന്നു, എന്തിനു മേടിക്കുന്നു, എത്ര പേർക്ക് മേടിക്കാൻ പറ്റുന്നു എന്നുള്ളത് അവരുടെ കൺസിഡറേഷനേ അല്ല. അപ്പൊ അവർ അതിനകത്ത് ഇൻട്രസ്റ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും അല്ല, ചിലർ ഇൻട്രസ്റ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ദുരുദ്ദേശം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് സാധാരണ എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയിൽ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കാണ്ട്, സ്പ്ലിറ്റ് ചെയ്ത സ്റ്റോക്ക് മേടിക്കൂലെന്നേ അല്ല, നമ്മൾ സജസ്റ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സ്കെപ്റ്റിക്കൽ ആയിട്ടാണ് കാണാറ്. എന്നാൽ നല്ല പ്രൊമോട്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത്, HDFC ടാറ്റയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ സംശയം വരാറില്ല. ബട്ട് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഒരു ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിനെ ഒരു എന്താ പറയുക സ്കെപ്റ്റിസിസത്തിന്റെ കണ്ണിലൂടെയാണ് അത് കാണാറെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഈ സാധാരണ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഒരു സ്റ്റോക്കിനെ ആർട്ടിഫിഷ്യലി പ്രൈസ് കുറവാണെന്ന് കാണിച്ച് അതിനെ ബേസ് ചെയ്ത റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഒരു റാക്കറ്റ് ഉണ്ടാക്കി, ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി, പലരിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിനെ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർ അയ്യോ 10 രൂപയുള്ളൂ ആ സ്റ്റോക്കിന്, 15 രൂപ വിലയുള്ളൂ, 17 രൂപ വിലയുള്ളൂ, ചീപ്പായിട്ടാണ് കിട്ടുന്നത്, നമ്മുടെ ഒരു പെന്നി സ്റ്റോക്കാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി അങ്ങ് മേടിക്കുമ്പോൾ ഇവന്മാർ ആ ഷെയർസ് എല്ലാം കൂടെ നമ്മുടെ തലയിൽ തള്ളിത്തരും. ആർട്ടിഫിഷ്യലി ജാക്കപ്പ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ തലയിൽ തന്നിട്ട് അവന്മാരങ്ങ് മാറും. ഇങ്ങനത്തെ പരിപാടികൾ ഒരുപാട് നമ്മൾ കണ്ടോണ്ടാണ് ഇതിനെ സ്കെപ്റ്റിറ്റിസമായിട്ട് കാണാനും സ്പ്ലിറ്റ് കാണുമ്പോൾ നമ്മളൊന്ന് വാൺ ചെയ്യണതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പറയുന്നത്. എന്താ ഇത് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ മാർക്കറ്റിലെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കള്ള പ്രൊമോട്ടേഴ്സ് മനുഷ്യന്റെ ഇമോഷൻസ് വെച്ചാണ് കളിക്കുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സൈക്കോളജിക്ക് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഉണ്ടെന്നുള്ള. സൈക്കോളജി എന്ന് വെച്ചാൽ നമുക്കൊരു മെന്റൽ അക്കൗണ്ടിങ് ഉണ്ട്. ഈ മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം തരുമോ, കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് കയ്യിലിരുന്നാലും നമ്മുടെ കയ്യിൽ കൂടുതൽ കാശ് ഉണ്ടാവുന്നതാണ്. അത് മനസ്സിലായി? അതായത് കൂടുതൽ ഷെയർസ് കയ്യിലിരുന്നാൽ കൂടുതൽ കാശ് ഉണ്ടാവും. വി ആർ കൺസേൺഡ് ഓൺലി അബൌട്ട് ദ ക്വാണ്ടിറ്റി, നോട്ട് അബൌട്ട് ദ ക്വാളിറ്റി. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ പറയണേ നമ്മുടെ കയ്യിൽ 1 കോടിയുടെ ഒരു സ്ഥലമുള്ളതും 10 ലക്ഷത്തിന്റെ 10 സ്ഥലം ഉള്ളതും തമ്മിൽ എന്താ വ്യത്യാസം? എന്നാൽ ചിലപ്പോൾ 1 കോടിയുടെ സ്ഥലമായിരിക്കും പെട്ടെന്ന് വിറ്റുപോകുന്നത്. കാര്യം അത് സിറ്റിയിൽ ഒരു പ്രോമിനന്റ് ഇതായിരിക്കാം, ആ സ്ഥലത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കാം, നല്ല ക്ലീൻ സ്ഥലം. മറ്റേതൊക്കെ ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലോ റോഡ് എത്താത്ത സ്ഥലത്തും ഒക്കെ ആയിരിക്കും, അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് വിറ്റുപോകാൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്വാണ്ടിറ്റി ഡസൻ ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് ദ കമ്പനി എന്നുള്ള. അപ്പൊ ഈ മെന്റൽ അക്കൗണ്ടിങ്ങിലാണ് ഈ പ്രൊമോട്ടേഴ്സും ഓപ്പറേറ്റേഴ്സും അതിനെ കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ 500 രൂപയുടെ ഒരു നോട്ട് കൊടുത്താലും 500 രൂപയുടെ സാധനം വാങ്ങിക്കാം, 5 രൂപ കോയിൻ കൊണ്ട് 100 എണ്ണം നിങ്ങൾ കൊടുത്താലും 500 രൂപയുടെ സാധനം മേടിക്കാം. അതാണ് അതിനകത്ത് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ജനങ്ങൾക്ക് പൊതുവേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാത്തതാണ് ഈ ഓപ്പറേറ്റേഴ്സ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ സൈക്കോളജിയിൽ ബിഹേവിയറൽ ഫിനാൻസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ ബിഹേവിയറൽ ഫിനാൻസ് ആണ് മനുഷ്യന്റെ പൈസയെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഫിനാൻസിന് മനുഷ്യൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു സൈക്കോളജിക്കൽ വെർട്ടിക്കലാണ്. അതിൽ പറയുന്നത് ഇതിനെ പ്രൈസ് ഇല്യൂഷൻ ആണ്. ആ പ്രൈസ് ഇല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്റാക്കാരുടെ പ്രൈസ് കണ്ടില്ലേ, 99 റുപ്പീസിന് ചെരുപ്പ് അല്ലെങ്കിൽ 199 റുപ്പീസിന് ചെരുപ്പ്. അപ്പൊ 199 കാണിക്കുമ്പോൾ നമ്മൾ ഏതായാലും 200 രൂപയ്ക്ക് മുകളിലല്ലോ എന്നുള്ള ഒരു കൺസിഡറേഷൻ. അതേപോലെ പെട്രോൾ പമ്പിൽ നമ്മൾ പോയിട്ട് 1 ലിറ്റർ ഓഫ് പെട്രോളിന് നമ്മൾ അടിക്കാൻ നേരത്ത് 100 രൂപ അല്ല 99 റുപ്പീസ് അല്ലെങ്കിൽ 99.9 ആണെങ്കിൽ നമ്മൾ തിരിച്ച് 10 പൈസ ചോദിക്കാറില്ല.
ആ 10 പൈസ എത്ര ലിറ്റർ അടിക്കുമ്പോൾ അത് അവരുടെ പ്രോഫിറ്റ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു പ്രൈസ് ഇല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ബിഹേവിയർ ആണ് അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പിന്നെയുള്ളത് ആങ്കറിങ് ബയസ് ആണ്. ആങ്കറിങ് ബയസ് എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾ ഇപ്പൊ നോക്കുന്നത് സാധാരണക്കാരനെ കുറിച്ചാണ് ഞാൻ പറയണേ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ ലാസ്റ്റ് 2-3 കൊല്ലമായിട്ട് ആ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ നേരെ പോയിട്ട് മണി കൺട്രോൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രോ ആപ്പ് എടുക്കുന്നു, സീറോദ എടുക്കുന്നു, നോക്കുമ്പോൾ 90 റുപ്പീസിന് സ്റ്റോക്ക്. അയ്യോ, നമുക്കൊരു ചീപ്പ് സ്റ്റോക്ക് കിട്ടിയതാണ്. ചിലപ്പോൾ ഇത് ഒരു കൊല്ലം മുമ്പ് 900 റുപ്പീസ് ഫേസ് വാല്യൂ 10 ആയിരുന്നിരിക്കും. അവിടുന്ന് അവര് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 90 ഇട്ട്. അപ്പൊ ജനങ്ങൾ വിചാരിക്കുന്നത് നേരെ നോക്കുമ്പോൾ 900 റുപ്പീസ് ആയിരുന്നല്ലോ ഞാനിത് കഴിഞ്ഞ കൊല്ലം നോക്കുമ്പോൾ അതിപ്പോ 90 റുപ്പീസ് ആയി. ഇവിടുന്ന് 90 റുപ്പീസ് 900 കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, 180 കയറിയാൽ തന്നെ എനിക്ക് ഡബിൾ ആയി എന്നുള്ള. അത് എവിടെ സ്പ്ലിറ്റ് ചെയ്തു, അതിന്റെ ഫേസ് വാല്യൂ മാറ്റിയോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ആങ്കറിങ് ബയസ്. ആങ്കറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അനാവശ്യമായിട്ടുള്ള 900 എന്ന് പറഞ്ഞ ഫിഗറിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ട് എത്തിച്ചിട്ട് ഇപ്പോഴത്തെ പ്രൈസ് ആയ 90 റുപ്പീസ് തൊട്ട് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന് ഒരു വാല്യൂ ഉള്ള സ്റ്റോക്കാണ്, ചീപ്പാണ് എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ബയസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടെ, ഓവർ കോൺഫിഡൻസ്. ഞാൻ ഒരുപാട് പേരെ എന്റെ 25 കൊല്ലത്തെ മാർക്കറ്റ് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇതേപോലത്തെ സിറ്റുവേഷൻസിലൊക്കെ ചെന്ന് കയറി സ്റ്റോക്ക് പിടിക്കും. സ്റ്റോക്ക് പിടിച്ചിട്ട് ഈ പറയുന്ന പോലെ 9 രൂപ 10 രൂപയ്ക്ക് സ്റ്റോക്ക് പിടിക്കും. എന്നിട്ട് പുറത്ത് ആരടുത്തും പറയില്ല. കാര്യം എന്തോ മൾട്ടി ബാഗിനെ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് ബോണസ് ഒക്കെ ചെയ്ത് ഏതാണ്ട് 9000 റുപ്പീസ് ഉള്ള സ്റ്റോക്കിനെ സ്പ്ലിറ്റും ബോണസും ഒക്കെ കൂടെ ചെയ്താണ് ഈ 9 റുപ്പീസിന് ഇരിക്കുന്നത്. ശ്രദ്ധിക്കില്ല, ഇത് മിണ്ടാതിരിക്കും. ഇതെല്ലാം നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ആ ഒരു ഓവർ കോൺഫിഡൻസ് ബയസും കൂടെ അതിനകത്തേക്ക് വരും എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വോഡാഫോണിന്റെ എക്സാമ്പിൾ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ 6 രൂപ 75 പൈസയാണ് അതിന്റെ വിലയെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് അതിന്റെ 73,000 കോടിയാണ്. നിങ്ങൾ നേരിട്ട് പോയി വോഡാഫോണിനെ മേടിക്കാനായിട്ട് അതിന്റെ പ്രൊമോട്ടർ വോഡാഫോൺ ബ്രിട്ടീഷ് കമ്പനിയിൽ ചെല്ലുകയാണെങ്കിൽ അവർ പറയും ഇതിന്റെ വില 3 ലക്ഷം കോടിയാണ്. ആ 3 ലക്ഷം കോടി എന്ന് പറയുന്നത് എന്താ, 75 കോടി മാർക്കറ്റ് ക്യാപ്പ് പ്ലസ് അതിന്റെ കൂടെ അതിന്റെ കടം കൂടെ ആഡ് ചെയ്ത് ക്യാഷും മൈനസ് ചെയ്തിട്ട്, ക്യാഷ് ഉണ്ടോ ഇല്ലേ, വോഡാഫോണിൽ ക്യാഷ് ഇല്ല, ബട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് മൈനസ് ചെയ്തിട്ടാണല്ലോ എന്റർപ്രൈസ് വാല്യൂ കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് 3 ലക്ഷം കോടിയാണ് എന്ന് പറയും. അപ്പോഴാണ് നിങ്ങൾ 9 രൂപ ഷെയറും കയ്യിൽ വെച്ചിട്ട് 3 ലക്ഷം കോടി, അതായത് 3 ലക്ഷം കോടിക്ക് വേറെ ഏത് കമ്പനി കിട്ടുമെന്നറിയോ? ഇന്ത്യയുടെ എല്ലാ എനർജി റിക്വയർമെന്റ്സും തരുന്ന NTPC നിങ്ങൾക്ക് 3 ലക്ഷത്തിന് കിട്ടും. 2,20,000 കോടിക്ക്, 3 ലക്ഷം കോടിക്ക് കേട്ടോ, 2,20,000 കോടിക്ക് നിങ്ങൾക്ക് സൊമാറ്റോ കിട്ടും. നിങ്ങൾക്ക് LNT ഒക്കെ ഏതാണ്ട് ഈ പ്രൈസിനൊക്കെ അടുപ്പിച്ച് കിട്ടും. അപ്പൊ ആ പ്രൈസിനാണ് നിങ്ങൾ 9 രൂപയ്ക്ക് വോഡാഫോൺ മേടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. 9 പെട്ടെന്ന് 18 ആവണമെങ്കിൽ അതിന്റെ അർത്ഥം NTPCയും ഡബിൾ ആവണം, LNTയും ഡബിൾ ആവണം, സൊമാറ്റോയും ഡബിൾ ആവണം എന്ന് തന്നെയാണ് ലിറ്ററലി ഫിഗേഴ്സ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്, ഒരു മാജീഷ്യന്റെ രീതിയാണ്. ഒരിക്കലും ലോ പ്രൈസ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ചീപ്പ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, ആ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ എങ്ങനെയാണ് അൺവാണ്ടഡ് ആന്റി സോഷ്യൽ എലമെന്റ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ മോശമാക്കി നമ്മുടെ ജനങ്ങളെ അതിനകത്ത് പെടുത്തുന്നു എന്നുള്ള എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത് ഉപയോഗിച്ചു. അതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി സ്റ്റോക്ക് സ്പ്ലിറ്റിൽ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. ഏതായാലും നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫ്വാൻ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഒരു പോസിറ്റീവ് നോട്ടിൽ 6% കൂടുതലുള്ള ഒരു മുന്നേറ്റം ആദ്യത്തെ 45 മിനിറ്റ്സ് പിന്നിടുന്ന സമയത്ത് നിഫ്റ്റിയിൽ കാണുന്നു. 24,788 നിഫ്റ്റി ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസും ഡീറ്റെയിൽസും എങ്ങനെയാണ്? യെസ് ജാസ്മിൻ, മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രെഡ്ത്ത് ഡാറ്റ നോക്കുകയാണെങ്കിൽ 50 വീക്ക് ഹൈ ഒക്കെ ഇംപ്രൂവ്മെന്റ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. നിഫ്റ്റിയിൽ ഈ മണിക്കൂറിൽ 0.72% മുന്നേറ്റവും ബാങ്ക് നിഫ്റ്റിയിൽ 0.33% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 48 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയും 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ 9 സ്റ്റോക്കുകൾ അഡ്വാൻസും 3 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഫോസിസ് 2% മുന്നേറ്റവും ഭാരത് പെട്രോളിയം 1.74% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ടെക് മഹീന്ദ്ര, SBI ലൈഫ് ഇൻഷുറൻസ്, ശ്രീറാം ഫിനാൻസ് എന്നിവയിലെല്ലാം നല്ലൊരു മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ടോപ്പ് ലോസസിൽ സൺ ഫാർമ, ഹിന്ദാൽകോ ഇൻഡസ്ട്രീസ് ആണ് നിഫ്റ്റി 50-ലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് നേരിയ തോതിലുള്ള മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. അതുപോലെ ആക്സിസ് ബാങ്ക് 0.86% മുന്നേറ്റവും കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.85% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ SBI, HDFC ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റം ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസസിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.43% ഇടിവും ഫെഡറൽ ബാങ്ക് 0.32% ഇടിവും രേഖപ്പെടുത്തുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ 57,600 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് ഒരു മൊമെന്റം റാലി തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി Q4 റിസൾട്ട് വന്ന ഹൊണാസ കൺസ്യൂമറിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ റവന്യൂ 13% അപ്പും അതുപോലെ പ്രോഫിറ്റ് 70% ഡൗണുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഹൊണാസ കൺസ്യൂമറിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് ബോട്ടം ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. 288 പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് Q4 റിസൾട്ട് വന്ന എംടാർ ടെക്നോളജീസിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ റവന്യൂ 28% അപ്പും പ്രോഫിറ്റും അപ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എംടാർ ടെക്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 74 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം മൊമെന്റം റാലി പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ട് എന്നതാണ്. അടുത്തതായി എക്സ്പേർട്സ് ലിസ്റ്റിലെ സ്റ്റോക്കും അതിന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. വാരി എനർജീസ് 3152 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ റാലി പോസിബിലിറ്റി ഉണ്ട്. കൂടാതെ ക്യാൻഡിൽ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ മൊമെന്റം വിത്ത് സ്മോൾ ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് ആയിട്ട് വോളിയം ഡ്രൈ അപ്സും ഫോം ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായി 2536 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു എക്സ്പെർട്ട് ലിസ്റ്റിലെ സ്റ്റോക്ക് ക്വാളിറ്റി പവർ ആണ്. ഫോളോ ത്രൂ ക്യാൻഡിൽ പ്രോപ്പറായി വർക്ക് ആവുന്നതാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേയിലെ അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഹാൻഡ്സ് ബൈയിങ് ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 74 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു IPO ബേസ് ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ട് എന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് ആസ്ട്രൽ ആണ്. ആസ്ട്രയിൽ ലാസ്റ്റ് ഡേ ഒക്കെ സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഹൈ മൊമെന്റം ക്യാൻഡിലുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റാലി പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ട് എന്നതാണ്. ബട്ട് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. ഇനി മറ്റൊരു സ്റ്റോക്ക് അത് കിറ്റെക്സ് ആണ്. കറണ്ട് വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഹെൽത്തി കറക്ഷൻ ആണ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതാണ്. സ്ട്രോങ് സപ്പോർട്ടായി 270 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ ലെവലിൽ സ്റ്റോക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കി കാണാവുന്നതാണ്. ഇതിന്റെ സ്റ്റോക്ക് പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടൈപ്പ് സ്റ്റോക്കാണ് ഈ കിറ്റെക്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഗ്ലാൻഡ് ഫാർമയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കറന്റ് അതൊരു റൗണ്ട് ബോട്ടം ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്സിന് ഹൈ ലെവലിൽ റിജക്ഷൻസും ഡബിൾ ടോപ്പ് ബേസ്ഡ് സെല്ലിംഗും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആയതുകൊണ്ട് കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി മറ്റൊരു സ്റ്റോക്ക് ഫോർട്ടിസ് ഹെൽത്ത് ആണ്. ലാസ്റ്റ് ഡേ 7% മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതൊരു ഫ്ലാറ്റ് ബേസ് ഫോർമേഷൻ ആണ് ഈ സ്റ്റോക്കിൽ ടെക്നിക്കൽ ഫോം ചെയ്തിട്ടുള്ളത്. ബേസ് ബ്രേക്ക്ഔട്ട് എബോ 738 ആണ്. ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ കൺഫേം അപ് ട്രെൻഡ് വിത്ത് ഗുഡ് വോളിയം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ക്യാൻഡിൽ പെക്യുലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ മൊമെന്റം വിത്ത് സ്മോൾ ക്യാൻഡിൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ അപ്സൈഡ് റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായി സ്റ്റോക്ക് എഡ്ജിലെ ട്രെൻഡിങ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ PTC ഇൻഡസ്ട്രീസിന്റെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ലാസ്റ്റ് ഡേ 7% അപ്പായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ക്യാൻഡിൽ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ മൊമെന്റം വിത്ത് ലിക്വിഡിറ്റി ഇൻഡിക്കേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ആണ്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്സിലുള്ളത് CCL പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ലാസ്റ്റ് ഡേ ഒക്കെ ഒരു മൊമെന്റം ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഔട്ട് ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 741 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേയിലെ വോളിയം അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 5 ഡേയ്സിൽ ഉണ്ടായിരുന്ന വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റം ബസ് പോസിബിലിറ്റി ഒരു സ്റ്റോക്കിൽ ഉണ്ട് എന്നതാണ്. ഇനി ട്രെൻഡിങ് സ്റ്റോക്സിലെ മറ്റൊരു കാൻഡിഡേറ്റ് പറയുന്നത് MCX ആണ്. ഈ ഒരു സ്റ്റോക്ക് ബേസ് ബ്രേക്ക്ഔട്ട് ഏരിയയിൽ റീടെസ്റ്റ് ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആണ്. ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് 7000 എന്ന ലെവൽ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ സെക്ടോറിയൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിൽ ഇടിവും മറ്റെല്ലാ സെക്ടേഴ്സിലും ഈ മണിക്കൂറിൽ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IT സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റീസെന്റ് മൊമെന്റൽ ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 12th മെയിന്റെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ്
IT സെക്ടറിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്ട്രോങ് സപ്പോർട്ടായി 35,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ടാർജറ്റായി 42,876 എന്ന ലെവൽ കൺസിഡർ ചെയ്യാം. അടുത്തതായി FMCG സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ബേസ് ഫോർമേഷനും വിത്ത് ഷേക്ക് ഔട്ട് ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിൽ മോർ ബേസ് ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട് എന്നതാണ്. 57,660 ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ നെക്സ്റ്റ് അപ്സ് റാലി ഈ ഒരു സെക്ടറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രോങ് സപ്പോർട്ടായി 55,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഫാർമ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറന്റ് ഡേ ട്രേഡ് ചെയ്യുന്നത് ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മൊമെന്റം ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ്. 22,000 എന്ന ലെവല് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ VCP ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. അവസാനമായി റൈറ്റ്സിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ക്യാരക്ടർ ചേഞ്ച് നടന്നിട്ടുണ്ട്. അതായത് ഡൗൺ ട്രെൻഡിൽ നിന്നും റാലി അറ്റംപ്റ്റ് സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. 12th മെയ് മുതലാണ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് വോളിയം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രകടമായത്. 260 റേഞ്ച് ഒരു ഹൈ ഡിമാൻഡ് സോൺ ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്. കൂടാതെ റീസെന്റ് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പുൾ ബാക്ക് റാലി പോസിബിലിറ്റിയാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഇനി മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവർ 73 ആണ്, കറന്റ് ഡേ സ്ട്രോങ് മൂവർ 13.3 ആണ്. ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോളോ ത്രൂ ക്യാൻഡിൽ പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന ട്രേഡ് നോക്കിയിട്ട് മാത്രം മാർക്കറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നതാണ്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ. ഓക്കെ, സഫാനാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നൽകിയത്. ഇനി ഏതായാലും മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 200-ലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുകയാണ്. 24,810 എന്നുള്ള ഒരു നിലവാരത്തിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തുന്ന സെക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെ IT-യിൽ വളരെയധികം ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. IT സംബന്ധിച്ചിടത്തോളം 1.9% ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തുന്നു. 1.38% അത്രയും ഒരു നേട്ടമാണ് FMCG രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്ന പല കമ്പനികളും ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും സാറ് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ടോ? നമ്മള് ഈ ട്രംപിന്റെ ടാരിഫ് വന്നിട്ട് IT സ്റ്റോക്സിന് ഒരു നെഗറ്റീവ് വന്നിരുന്നല്ലോ. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് IT സ്റ്റോക്സ് ഒരു ഫാന്റാസ്റ്റിക് ബൈ ആവും. കാര്യം ഇത്രയും ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ബിസിനസ് വേറെയില്ല. ഈ ക്യാഷ് ഫ്ലോ ഉള്ള ബിസിനസ്സിന് ചീപ്പ് വാല്യൂഷൻ, നമ്മളിപ്പോൾ വാല്യൂഷനെ കുറിച്ചും സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ മാസങ്ങളോളം സംസാരിച്ചു. നമ്മളെപ്പോഴും മാർക്കറ്റിൽ നോക്കുന്നത് എപ്പോഴെങ്കിലും ഇതേപോലെ നല്ല ക്ലാസിക് സ്റ്റോക്സ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ പാലിക്കണം എന്നല്ല, ഞാൻ എൻ്റെ ഒരു ഫിലോസഫിയിൽ, എൻ്റെ ഒരു ചെറിയ ഫിലോസഫിയിൽ പറയും. നമ്മൾ 365 ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഇതേപോലെ വേഴാമ്പലിനെ പോലെ കാത്ത് ഇരിക്കുമ്പോഴുണ്ടല്ലോ നല്ല സെക്ടറോ നല്ല സ്റ്റോക്സോ നമുക്ക് ചിലപ്പോൾ അടിച്ച് താഴെ കിട്ടും. ആ കിട്ടുന്ന സ്റ്റോക്സ് ട്രക്ക് ലോഡോടുകൂടി ബൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു തിരിച്ചൊരു റീറേറ്റിംഗ് വരുമ്പോൾ വലിയൊരു കാശ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്ത് ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, വേറെ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാക്കുന്നു. നെറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ബുക്ക് എടുത്തിട്ട് ഇടതുവശത്ത് കംപ്ലീറ്റ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രേഡുകളും വലതുവശത്തായിട്ടുള്ള നെഗറ്റീവ് ട്രേഡും നമ്മൾ എഴുതി നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തോരം ഉണ്ടാക്കിയതിനേക്കാളും കാശ് കൊണ്ട് കളഞ്ഞു എന്നുള്ളത്. പോസിറ്റീവ് ട്രേഡ് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പൈസ എത്രയോ വലിയ എമൗണ്ട് ആയി. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മുടെ പേപ്പറിൽ കാണുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പുറത്തെ വലതുവശത്തുള്ള ഈ ലോസുകൾ മറ്റേതിനെ കാർന്ന് തിന്നുന്നതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. അപ്പൊ അതുകൊണ്ട് ട്രേഡിങ്ങിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫസ്റ്റ് റൂള് നമ്മൾ പറയുന്നത് ഡോണ്ട് ലൂസ് മണി എന്നാണ്. അത് ലൂസ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യാതെ വല്ലപ്പോഴും ഒരു നല്ലൊരു ക്ലാസിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അത് ഇതേപോലെ ക്വാളിറ്റി കമ്പനീസ് ഒരു വൺ ഓഫ് സിറ്റുവേഷൻ കാരണം താഴെ കിട്ടുമ്പോൾ ഈ പറയുന്ന പോലെ അത് മേടിക്കുക, അത് റൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ IT കമ്പനിയിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ സോഫ്റ്റ്വെയർ സർവീസസ് ബിസിനസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിംഗും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസിനും ഒക്കെ ഡിവിഷനും വെർട്ടിക്കലും ഒക്കെ ഓരോ കമ്പനീസിനും അതിനകത്തുണ്ട്. TCSനും വിപ്രോനും ഇൻഫോസിസ് ഒക്കെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല, അതിനനുസരിച്ച് അജിലിറ്റി ഉള്ള കമ്പനിയാണ് അവരുടെ ബിസിനസ് മോഡൽ മാറ്റിയെടുത്തിട്ട് വരാനായിട്ട്. അപ്പൊ ഇനി വരുന്ന AI റെവല്യൂഷനിൽ കൂടി ഈ ഇന്ത്യൻ കമ്പനീസ് ഒന്നും ഒഴിവാക്കപ്പെടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദ കമ്പനി ആൻഡ് ദ ബിസിനസ് വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ദ ഗിവൺ സിറ്റുവേഷൻ എന്നുള്ള അത്രയ്ക്ക് മാത്രം കേപ്പബിൾ മാനേജ്മെന്റ് ആണ്. അതായത് ഇന്ത്യയുടെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ തലവര തന്നെ ഇപ്പൊ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യുന്നല്ലോ മാറ്റി മറിച്ച ഒരാളാണ് നന്ദൻ നിലേക്കാനി. ഈ നന്ദൻ നിലേക്കാനിയാണ് ഈ പറയുന്ന പോലെ ഈ UPIയുടെ കിങ് എന്ന് പറയുന്നത്, ആ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു കമ്പനി ഇൻഫോസിസിന്റെ മുകളിലിരിക്കുന്നത് നന്ദൻ നിലേക്കാനിയാണെന്നുള്ള
ഞാനിത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവര് ഇനി എന്ത് ഇന്നോവേഷൻ ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കണം എന്നുള്ളത്. But don't write off Indian IT companies. They are cleanly placed and it is a clean cash flow business with no debt എന്നുള്ള, and they are addressing a larger business opportunity എന്നുള്ള. So watch out this space. Yes. ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഔട്ട്ലുക്ക് നൽകാനായിട്ട് നമ്മളുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. Morning, Jasmine. Morning, viewers. ഏതായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന IT ഇൻഡെക്സിലേക്ക് തന്നെ പോകാം. IT ഇൻഡെക്സ് ഇന്നൊരു വളരെ മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. അറൌണ്ട് 2% അടുത്ത് തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ IT സംബന്ധിച്ചിടത്തോളം ധാരാളം മാക്രോ എക്കണോമിക് അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇയർ ടു ടിൽ ഡേറ്റിലെ പെർഫോമൻസിനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു 12.93% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ് എന്ന് മറക്കാൻ സാധിക്കില്ല. കമ്പാരിറ്റീവ് ടു അതർ സെക്ടേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് ഒരല്പം അണ്ടർ പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു സെക്ടർ കൂടിയാണ് ഈ IT എന്ന് പറയുന്നത്. ITയുടെ പെർഫോമൻസിന് ഒരു അണ്ടർ പെർഫോമൻസ് ആയിട്ട് സാറ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ജാസ്മിൻ, നമ്മളെ കഴിഞ്ഞ ഒരു 4-5 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി IT സെക്ടറിൽ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇതിന് മുൻപ് ഇതേ ഫോറത്തിലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലസിന്റെ ഫോറത്തിലും ഞാൻ ഒരു ഫാക്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, IT ഇൻഡെക്സിനും നാസ്ഡാക്ക് ഇൻഡെക്സിനും ഹൈ കോറിലേഷൻ ഉണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഓൾറെഡി നമുക്ക് ബെയറിഷ് ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ നാച്ചുറലി ഐ എക്സ്പെക്ട് എ ടേൺ അറൌണ്ട് ഇൻ ദ കേസ് ഓഫ് ദ IT സെക്ടർ. ആൻഡ് IT സെക്ടറിലോട്ട് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ എന്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് പെർസിസ്റ്റന്റ്, കൊഫോർജ്, ടാറ്റ കൺസൾട്ടൻസി, ടാറ്റ ടെക്നോളജി. ഓക്കെ സർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്സിൽ എസ്പെഷ്യലി സൺ ഫാർമ ഇന്ന് നിഫ്റ്റി 50യുടെ ടോപ്പ് ലോസർ പട്ടികയിലുണ്ട്. 2.83% ഒരു ഇടിവിൽ ട്രേഡ് ചെയ്യുകയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂലൊക്കെ തന്നെ ഒരു നേരിയ മുന്നേറ്റം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എക്സെപ്ഷണൽ ലോസ് ഉണ്ടായിരുന്നു 362 കോടിയുടെ ഇയർ ഓൺ ഇയർ ബേസിസിൽ പരിശോധിക്കുന്ന സമയത്ത്. ഈ സൺഫാർമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇയർ ടു ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കുമ്പോഴും 11.44% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൺഫാർമയുടെ ഇനി മുന്നോട്ടുള്ള പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, സൺഫാർമ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓഗസ്റ്റ് 2024 പോയി കഴിഞ്ഞാൽ 1960 ഓഗസ്റ്റ് 2024 നമുക്ക് ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്ക് നൽകിയത്. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 1870 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് ഈ സ്റ്റോക്ക് പോകത്തുള്ളൂ. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1620 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ഇന്നൊരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നത് മാമാ എർത്തിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ഹൊനാസ കൺസ്യൂമർ ആണ്. ഹൊനാസ 12% ഒരു റെക്കോർഡ് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ലിസ്റ്റിംഗിന് ശേഷം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നു ഹൊനാസ കൺസ്യൂമർ 21%. ഹൊനാസയുടെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹൊനാസ നമുക്ക് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ഹൊനാസ. സോ ഹൊനാസ നമുക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം 540-550 ആ ഒരു റേഞ്ചിലായിരുന്നു ഓൾ ടൈം ആയി കാണുന്നത്. ബട്ട് എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ടേൺ ബുള്ളിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും നിലവിൽ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് 310 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. എന്റെ ഇടയ്ക്ക് ഹൊനാസയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും മുഫ്തി, അതായത് ക്രെഡോ ബ്രാൻഡ്സിന്റെ കേസിൽ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കേസിൽ ഏകദേശം ഒരു 15% നേട്ടം ആ സ്റ്റോക്ക് നൽകുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ആയി മാറിയിട്ടുണ്ട്. ക്രെഡോയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 162 രൂപ.
FMCG സെഗ്മെന്റിൽ നിന്നും ITC ഇന്ന് ഒരു മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്തുന്നു, 2% കൂടുതൽ എന്നുള്ളൊരു നിലയിൽ. FMCG സെഗ്മെന്റിന്റെ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടത്. ഇയർ ടു ഡേറ്റിൽ FMCG സംബന്ധിച്ചിടത്തോളം ITക്ക് ശേഷം പിന്നീട് നിൽക്കുന്നത് FMCG ആണ്. FMCGയിൽ നിന്നും ITCയെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലി നമ്പേഴ്സിൽ ഒരു ഭേദപ്പെട്ട റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചതുകൊണ്ടാണ് ഇന്നൊരു പോസിറ്റീവ് നമ്പേഴ്സ് ഷെയർ മാർക്കറ്റിലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. ITCയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ITCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയിട്ട് കാണുന്നത്. ITC 445ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ആക്ച്വലി ITCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എന്റെ ശ്രദ്ധ ആക്ച്വലി ITCയിലല്ല, ITC ഹോട്ടലിലാണ് എന്റെ ശ്രദ്ധ. കാര്യം ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ITC ഹോട്ടലിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഐ എക്സ്പെക്ട് ദാറ്റ് ബുള്ളിഷ് അണ്ടർടോൺ ടു കണ്ടിന്യൂ. സോ നമ്മുടെ കൈവശം ITC ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ITC ഹോട്ടലിന്റെ കേസിൽ ചുരുങ്ങിയത് എനിക്ക് തോന്നുന്ന ഒരു 20 മുതൽ 30 രൂപയുടെ നേട്ടമെങ്കിലും ഷോർട്ട് ടേമിൽ നമുക്ക് നൽകും. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. അഗെയിൻ 1% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കാണ്. ക്വാർട്ടർലി നമ്പേഴ്സിൽ റവന്യൂവിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എബിഡ 58.1% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെറ്റ് ലോസസിനെ സംബന്ധിച്ചിടത്തോളം 441 കോടിയിൽ നിന്നും 288 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എക്സെപ്ഷണൽ ലോസ് വന്നിട്ടുണ്ട് കമ്പനിക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ പരിശോധിക്കുന്ന സമയത്ത് 114 കോടിയുടെ. ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഫണ്ടമെന്റൽസിനെ പൊതുവെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? Grasim is a heavyweight and ഇതിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസൾട്ടിൽ എനിക്കൊരു സർപ്രൈസ് ഒന്നും തന്നെ കാണുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി മച്ച് അലോങ് മൈ എക്സ്പെക്ടഡ് ലൈൻസ്. ആൻഡ് ഇതിന്റെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്റ്റോക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 2840 രൂപയ്ക്ക് അടുത്തൊരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് മെട്രോ ബ്രാൻഡ് ആണ്. ഇന്നിപ്പോൾ മികച്ചൊരു നേട്ടം മെട്രോ ബ്രാൻഡിന്റെ ഓഹരികൾ രേഖപ്പെടുത്തുന്നു. 5.48% ഒരു നേട്ടം രേഖപ്പെടുത്തുകയാണ് ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂവിൽ 10% ഒരു മുന്നേറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എബിഡ 24%, മാർജിനിലും ഒരു മെച്ചപ്പെടൽ നമുക്ക് ഈ ഒരു പാദത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ഡേറ്റിൽ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു നേട്ടം മാത്രം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ് മെട്രോ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ ഒരു ന്യൂ പൊസിഷൻ അഡ്വൈസബിൾ ആണ് മെട്രോ ബ്രാൻഡിൽ? മെട്രോ ബ്രാൻഡ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിട്ട് ഇതിന്റെ ട്രെൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബെയറിഷ് ആയിരുന്നു. എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 1110 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. ഇന്നത്തെ ട്രേഡിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മൾ സിമെന്റ് സെഗ്മെന്റിൽ നോക്കുന്ന സമയത്ത് രാംകോ സിമെന്റ് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റുകൾക്ക് അത്ര പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് അത്രയും മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ രാംകോ സിമെന്റിന് സാധിച്ചിട്ടില്ല. സിമെന്റ് സെഗ്മെന്റിൽ നിന്നും സാറിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്സ് ഏതെങ്കിലും ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ജാസ്മിൻ സിമെന്റ് സെക്ടറിൽ എനിക്ക് ഇന്നിപ്പോൾ ഒരു സ്റ്റോക്ക് പോലും ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. റാംകോ സിമെന്റിന്റെ കേസിൽ 1020 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആൻഡ് അതേസമയം 950 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. പ്രദീപ് സർ, ഇന്നിപ്പോൾ ഗാന്ധാർ ഓയിൽ റിഫൈനറിയുടെ സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് 1.5% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 161 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ്. ഇയർ ടു ഡേറ്റിൽ 23% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്ക് കൂടിയാണ്. ഗാന്ധാർ ഓയിൽ റിഫൈനറിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഗാന്ധാറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിലെ പുതിയ പൊസിഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി.
MTAR ടെക്നോളജീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് മെച്ചപ്പെട്ട ഒരു റിസൾട്ട് രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. MTARനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് എങ്ങനെയാണ്, ചാർട്ട് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? MTAR വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പൊസിഷൻസ് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 1680 രൂപയിലാണ് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ 1760, 1800, 1845. പ്രദീപ് സർ, ഇന്നിപ്പോൾ സെന്റം ഇലക്ട്രോണിക്സിന്റെ സ്റ്റോക്ക് നിലവിലെ കണ്ടീഷനിൽ 10% കൂടുതൽ ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുകയാണ്. സെന്റം ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ കാണുന്നത്. 2275 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഹൈ ലെവൽസിൽ സെന്റം ഇലക്ട്രോണിക്സിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സെന്റമിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ ആഴ്ച തന്നെ ബുള്ളിഷായി മാറിയിരുന്നു. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 2400, 2430 ഈ റേഞ്ചിലായിരിക്കും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്ന ഓൾ ടൈമായി നിലനിൽക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൽ പിന്നീട് വീണ്ടും നമുക്ക് ഹൈ അപ്സൈഡ് കാണാൻ സാധിക്കും. ഇന്ന് മറ്റൊരു ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഭേദപ്പെട്ട റിസൾട്ടുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ ഓഹരികൾ 9%, അറൌണ്ട് 10% താഴെ പോയിട്ടുണ്ട്. 546 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സെന്റത്തിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലുടനീളം കമ്പനിക്ക് ഒരു ഇടിവ് തന്നെയാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രീമിയർ എക്സ്പ്ലോസീവിനെ സംബന്ധിച്ചിടത്തോളം ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് എന്താണ്? നിലവിൽ ഹോൾഡ് ചെയ്യുന്നവർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്തായിരിക്കണം? പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു നമുക്കൊരു 52 വീക്ക് ലോ നൽകിയ 308 രൂപയിൽ. ആൻഡ് ഈ ആഴ്ചത്തിന്റെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഈ സ്റ്റോക്ക് നൽകിയ ഹൈ 620. അതായത് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 100% റിട്ടേൺ നമുക്ക് ഒരു മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. നാച്ചുറലി സ്റ്റോക്ക് ഹസ് ബീൻ ഓവർ ഹീറ്റഡ് ആൻഡ് നമ്മൾ ഇന്ന് കാണുന്നത് ഇറ്റ് ഇസ് ഫിറ്റ് ടേക്കിംഗ്. സോ ഈ എനിക്ക് ഈ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കിലുള്ള പ്രോബ്ലം നമ്മൾ ഈ ഹൈ വോളറ്റിലിറ്റി, സോ ഈ ഹൈ വോളറ്റിലിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. കൈവശം ഓൾറെഡി തൽക്കാലം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സ്റ്റോക്കിന്റെ ബോട്ടം വന്നു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, അവസാനമായിട്ട് GMR എയർപോർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 2.46% ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഡേ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം ഒരു ഇനിയും വളരാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്നുള്ള നിലയ്ക്ക് GMRനെ കുറേയധികം പേര് വാച്ച് ചെയ്യാറുണ്ട്. നിലവിൽ 86 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. GMR എന്ന് പറയുന്ന ഒരു കമ്പനിയും ആ ഒരു സ്റ്റോക്കിനെയും സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? GMR again is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും കാണാറില്ല. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്ക് റിക്കവർ ചെയ്ത് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 79 രൂപ. ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സുരജ് സാർ, നമ്മുടെ ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയുടെ സാധ്യതകളുള്ള സ്റ്റോക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ അൺവെയിൽ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്ന സ്റ്റോക്ക് ഏതാണ്? ജാസ്മിൻ, ജസ്റ്റ് ഒരു കാര്യം, നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ ഒന്ന് ആഡ് ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ ഗ്രാസിമിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഗ്രാസിമിന്റെ റിസൾട്ട് നമ്മൾ ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ ഗ്രാസിം ബേസിക്കലി ഒരു ടെക്സ്റ്റൈൽ കമ്പനി ആട്ടോ. അതിനകത്ത് സിമെന്റും ഇപ്പൊ അടുത്ത കാലത്ത് പെയിന്റും തുടങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്. ഈ ഗ്രാസിമിനകത്ത് ഈ വിസ്കോസ് സ്റ്റേപ്പിൾ ഫൈബേഴ്സ്, ടെക്സ്റ്റൈലിൽ കേട്ടില്ലേ വിസ്കോസ് ഫൈബേഴ്സ് എന്നൊക്കെ അല്ലേ, അതുപോലെ വിസ്കോസ് ഫിലമെന്റ് യാൺ, ഇത് കൂടാതെ കെമിക്കൽസ് ഉണ്ട്, കോസ്റ്റിക് സോഡ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. അതൊക്കെ കൂടുതലും B2B ബിസിനസ്സാണ്, അതായത് ബിസിനസ് ടു ബിസിനസ്. അവർ വേറെ മറ്റുള്ള ബിസിനസ്സുകൾക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. റിസൾട്ടിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് വളരെ ബാഡാണ്. ഈ കൺസ്യൂമർ ഫേസിംഗ് ബിസിനസ് ആണ് നന്നായത്, അതായത് സിമെന്റും
അതുകൂടാതെ തന്നെ അടുത്ത കാലത്ത് അവർ പെയിന്റ് തുടങ്ങിയല്ലോ. ഏഷ്യൻ പെയിന്റ്സിന് ഒരു ത്രട്ടായിട്ട് ഇവർ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പെയിന്റ് ബിസിനസ്സുമാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ആ റിസൾട്ടിൽ. നമ്മൾ 2-3 ദിവസം മുമ്പേ പറഞ്ഞില്ലേ, ഒരു നല്ല ബിസിനസ് എന്താണ്? എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ്, നല്ല മാനേജ്മെന്റ്, എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ്. എപ്പോഴാണ് അവരെ കെമിക്കൽ ആൻഡ് ടെക്സ്റ്റൈൽ ബിസിനസ് മോശമായി എന്ന് തോന്നിയോ, അവർ പുതിയ കപ്പാസിറ്റി കംപ്ലീറ്റ് ആഡ് ചെയ്ത് ന്യൂ ബിസിനസ്സിലാണെന്നുള്ളതാണ്. ഇതാണ് ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ക്ലീൻ എക്സാമ്പിൾ ആണ് ഈ ഗ്രാസിം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട്, GMR എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ആപെക്സ് എയർപോർട്ടായിട്ടുള്ള ഡൽഹി എയർപോർട്ട്, ഹൈദരാബാദ് എയർപോർട്ട്, ഗോവ എയർപോർട്ട്, നാഗ്പൂർ എയർപോർട്ട്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് GMR ആണ്. അവരുടെ റിസൾട്ട്സ് വളരെ നല്ലതായിരുന്നു ഓപ്പറേഷണലി. പക്ഷെ അവരുടെ പ്രശ്നം വെച്ചാൽ കടം ഒരുപാട് കൂടി എന്നുള്ള. പക്ഷേ ഈ GMR എന്ന് പറയുന്നത് ഭാവിയിൽ അതിന്റെ ലാൻഡിന് അവരുടെ എയർപോർട്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവർ മോണറ്റൈസ് ചെയ്യും. ഹോട്ടലും ഓഫീസും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് അവിടെയാണ് അവർക്ക് ക്യാഷ് ഫ്ലോ വരുന്നത് എന്നുള്ളത്. ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ബിസിനസ് എന്നുള്ളത് പറഞ്ഞു വെച്ചേക്കണം ഒന്ന്. പിന്നെ നമ്മൾ IT കമ്പനീസ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ പറയണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഫോർമുല 1, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഇതിലൊക്കെ പുറകിൽ നമ്മുടെ ടോപ്പ് IT കമ്പനീസ് ഉണ്ട്, ടെക്നോളജി പാർട്ട്ണർ ആയിട്ടുള്ളത് നമ്മൾ ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് നിർത്തുന്നുള്ളൂ. ഇപ്പൊ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് ഞാൻ ഇന്ന് പറയുന്നത്, നമ്മൾ 2-3 ദിവസമായിട്ട് ലോജിസ്റ്റിക്സ് കമ്പനിയെ കുറിച്ച് പറഞ്ഞു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ റെഡിംഗ്ടൺ പറഞ്ഞു, ബ്ലൂ ഡാർട്ട് പറഞ്ഞു. അതേപോലത്തെ ഒരു കമ്പനിയാണ് AEGS ലോജിസ്റ്റിക്സ്, AEGIS അങ്ങനെയാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ചെയിൻ ആണ് അവർക്കുള്ളത്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ചെയിൻ നടത്തുന്ന ഒരു കമ്പനിയാണ് AEGS. അതൊരു യൂണീക്ക് ആൻഡ് നിഷ് ബിസിനസ് ആണെന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കുന്നു. ഏതാണ്ട് 870 രൂപ, 870 റുപ്പീസിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ 1 ആണെന്നുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 30,500 30,170 കോടി എങ്ങാണ്ടാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത, ഇതൊരു വളരെ ഓൾഡ് കമ്പനി ആട്ടോ, 1956 മുതലേ ഉള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാനൊരു ഗ്യാസ് കമ്പനി നടത്തുമെന്ന് വെച്ചാൽ എന്റെ കൺസ്യൂമറിന് ഞാൻ പുറത്തുനിന്ന് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്റെ കൺസ്യൂമറിന്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എന്താ പറയാ, ഇത് നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് മെക്കാനിസം ഇല്ല, ഇമ്പോർട്ട് ചെയ്യാൻ അത് പോർട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, എന്റെ കൺസ്യൂമറിൽ എത്തിക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഇല്ല. അത് ഞാൻ ഏൽപ്പിക്കുന്ന സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ് AEGS. AEGSന് ഞാൻ ഓർഡർ കൊടുത്താൽ അവരിത് ഏതാ രാജ്യത്തു നിന്നാണ് നമ്മുടെ ഓർഡറിനെ അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ പോർട്ടുകളിലേക്ക് കൊണ്ടുവരും. താൽക്കാലികമായിട്ട് അവരുടെ തന്നെ ഫെസിലിറ്റീസ് പോർട്ടിനുണ്ട്. ആ പോർട്ടിൽ അത് സ്റ്റോർ ചെയ്തിട്ട് അവരുടേതായ വണ്ടികളിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ കൺസ്യൂമറിന് എത്തുന്ന ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ കമ്പനിയാണ് ഈ AEGS ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവർ ഗ്യാസും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല, അവർ ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള. അപ്പോൾ ഇവരുടെ ഇത് കൂടാതെ തന്നെ അവർ ഈ സിലിണ്ടറിലൊക്കെ ഈ LNG ബോട്ടിൽ ചെയ്ത് പ്യുവർ ഗ്യാസ് എന്നുള്ള ബ്രാൻഡിൽ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടാതെ ആസിഡ്സും സോൾവെന്റ്സും കൂടി അവർ ഈ പറഞ്ഞ പോലെ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നടത്തുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇന്ത്യയുടെ എനർജി നീഡ്സ് ഗ്രോ ചെയ്യുകയും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ AEGS ലോജിസ്റ്റിക്സ് പോലുള്ള കമ്പനിക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ കമ്പനിക്ക് അധികം കോമ്പറ്റീറ്റേഴ്സ് ഇല്ല ലിസ്റ്റഡ് എറീനയിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ ഏതാണ്ട് 18%, ഡെപ്റ്റ് മാനേജബിൾ ലെവൽസ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.5ക്ക് താഴെ തന്നെയാണ്. അത് വളരെ മാനേജബിൾ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ്. ബട്ട് ഇത് ഇത്തിരി ഹയർ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രെയിലിംഗ് ബേസിസ് തന്നെ ഏതാണ്ട് 48 പിയിലൊക്കെയാണ് അത് ട്രേഡ് ചെയ്യണമെന്നുള്ള. ബട്ട് ഈവൻ തന്നെ ആ ബിസിനസിന്റെ നിഷായിട്ടുള്ള ആ ബിസിനസിന്റെ ആ നിഷ് ക്വാളിറ്റി നമ്മൾ എന്താ പറയുക, ഒരു സ്പോട്ട്ലൈറ്റിൽ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. ഇത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം വെച്ചാൽ അടുത്ത ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് ഇതിനകത്ത് അബ്നോർമൽ ആയിട്ടൊരു വോളിയം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡെലിവറി വോളിയൂംസ്, അതായത് വെറുതെ ട്രേഡിംഗ് മാത്രമല്ല ആ സ്റ്റോക്കിൽ നടക്കുന്നത്, ഡെലിവറി വോളിയം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൾക്കാർ ഡെലിവറി എടുക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ നമ്മളെ പോലത്തെ ജനങ്ങളുടെ ഇടയിൽ ഈ ന്യൂസ് അധികം കോമൺ അല്ല. അപ്പൊ ഇത് ആർക്കോ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് നിന്ന് ഡെലിവറി വോളിയം കൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാവുന്നത്. അതായത് ഒരു ഇൻഫർമേഷൻ അതിന്റെ പുറകിലുണ്ട്. അതൊരു റൂമർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേർഡ് ഓൺ ദ സ്ട്രീറ്റ് എന്ന് നമ്മൾ പറയും. ഇത് മെറ്റീരിയലൈസ് ചെയ്ത് വരുമെങ്കിൽ അത് നല്ലതാണ്. അതായത് ഇവർക്കൊരു JV ഉണ്ട്. അതായത് ഇവർ സ്റ്റോറേജ് ടാങ്ക്സ് പോർട്ടുകളിലുണ്ടല്ലോ, അത് ഇവർ നെതർലാൻഡ്സ് ബേസ്ഡ് കമ്പനി ആയ വോഡായ്ക്ക് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനിയായിട്ട് ഇവർക്ക് ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ട്, നെതർലാൻഡ്സ് കമ്പനി. അതിൽ ഇവർ 50.1% AEGS ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആ നെതർലാൻഡ്സ് ബേസ്ഡ് കമ്പനിക്ക് ഏതാണ്ട് 47.4% ഉണ്ട്. അതായത് അവരൊരു IPOക്ക് പോകണമെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്.
ഏതാണ്ട് 3500 കോടിയാണ് അവർ റേസ് ചെയ്യുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ കമ്പനിക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്ന സെപ്പറേറ്റ് കമ്പനി, അതായത് ഏജീസ് ലോജിസ്റ്റിക്സിന്റെ കീഴിൽ വരുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ് ഏജീസ് ലോജിസ്റ്റിക്സ്. അതിനകത്ത് 51% ഹോൾഡ് ചെയ്യുന്നു. വേറൊരു നെതർലൻഡ്സ് ബേസ്ഡ് കമ്പനി അതിന്റെ ജോയിന്റ് വെഞ്ചർ മറ്റേ ഹാഫ് ഹോൾഡ് ചെയ്യുന്നു. ഈ കമ്പനിക്ക് കുറച്ച് കടമുണ്ട്. എനിക്ക് തോന്നുന്നു 2000 കോടിയോളം കടം വരുന്നുണ്ട്. ആ കടമൊക്കെ ഒന്ന് നികത്തി അടുത്ത അഡീഷണൽ കപ്പാസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവരൊരു 3500 കോടിയുടെ ഒരു IPO അവർ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഫ്രഷ് ഇഷ്യൂവിൽ കൂടി. ആ ഫ്രഷ് ഇഷ്യൂ വരുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് കുറയും കേട്ടോ. ബട്ട് ഈവൻ തന്നെ അത് വരുന്നതോടുകൂടി അതിന്റെ ബാലൻസ് ഷീറ്റ് ഹെൽത്തി ആവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ഹെൽത്തി ആവുകയും ഈ IPO വന്ന് ഇത് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏജീസ് ലോജിസ്റ്റിക്സിൽ വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഏജീസ് ലോജിസ്റ്റിക്സ് വോളിയം കൂടുമ്പോൾ നമ്മൾ അടുത്ത കാലത്തായിട്ട് ചിലപ്പോൾ ഒന്ന് സ്റ്റോക്ക് താഴേക്ക് പോകുന്നതായിട്ട് കാണാം. അതും ചിലപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിന്റെ കളി തന്നെ ആയിരിക്കാം. ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾ സൂക്ഷിച്ചായിട്ട് നോക്കണം. ഈ കമ്പനി വളരെ നല്ലൊരു കമ്പനിയാണ്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ വാല്യുവേഷൻ അത്രയ്ക്ക് ഫേവറബിൾ അല്ല. ബട്ട് ഞാൻ ഈ ന്യൂസും ഈ വോളിയൂമും എല്ലാം കൂടെ, അതായത് വോളിയൂമും ഡെലിവറി എന്നൊക്കെ പറയുന്നതാണ് മാർക്കറ്റ് ഇന്റലിജൻസ്. ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് ഇതിന്റെ PE, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ. ടെക്നിക്കലി ചിലപ്പോൾ അത് വീക്ക് ആയിരിക്കും. എവിടെയെങ്കിലും വെച്ച് ടെക്നിക്കലി പോസിറ്റീവ് ആയിട്ട് ആവുമ്പോൾ മാർക്കറ്റ് ഇന്റലിജൻസ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമ്പനി, ഫണ്ടമെന്റലി ഫേവറബിൾ ആയിട്ടുള്ള കമ്പനി, അവിടെയൊക്കെയാണ് ഒരു സാധാരണ ഇൻവെസ്റ്ററിന് ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്നുള്ളത് സ്പോട്ട് ലൈറ്റിലെ ഈ ഏജീസ് ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്കിൽ കൂടെ നമ്മളൊന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു ആ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യും. ഈ ഏജീസിന്റെ വോപാക് ടെർമിനൽസിന്റെ IPO സംസാരിച്ചത്, അതിന്റെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 26 IPO ഡേറ്റ് ആരംഭിച്ച IPO ക്ലോസ് ചെയ്യുന്നത് മെയ് 28 എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്പനിയെ നിങ്ങൾ 360 ഡിഗ്രി ലെവലിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് ആർട്സിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിന്റെ ഡീറ്റെയിൽസും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.